ഹായ് കൂട്ടുകാരെ, എൻ്റെ നന്മ ഉളവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു 10 മിനിറ്റ് വീഡിയോ ആണ് കേട്ടോ. അതിൽ പ്രത്യേകിച്ച് അങ്ങനെ വലിയ വിശേഷം എന്ന് പറയാൻ പേര് കുറച്ച് വായിക്കുന്നുണ്ട്, അതാണ് ഇപ്പോൾ ഇതിൽ അധികം കാണിക്കണത്. പിന്നെ കുറച്ച് ബുക്കുകളൊക്കെ ഉണ്ട്, മോഡലി മോൻ്റി 10ത്തെ അങ്ങനെ 9ത്തെ അങ്ങനെയൊക്കെയുള്ള പഴയ ബുക്കുകളാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ 10ാം ക്ലാസ് തുല്യത എഴുതിയ ബുക്കുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ ചാനൽ കമൻറ്റ് ചെയ്ത, അതുപോലെ ലൈക്ക് ചെയ്ത ആൾക്കാരും ആരെന്ന് അറിയില്ലെങ്കിലും കമൻറ്റിലൂടെയെങ്കിലും അറിയിച്ചു കഴിഞ്ഞാൽ കുറച്ച് എൻ്റെ കൂട്ടുകാർ, സഹോദരികൾ, ചേച്ചിമാർ, അമ്മമാർ അങ്ങനെ ആരാണെന്ന് അറിയില്ലെങ്കിലും ഇവരൊക്കെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. അപ്പോൾ ഇവിടെ കുറച്ച് ബൊമ്മക്കുട്ടി കണ്ടായിരുന്നു, അതൊക്കെ എലിയൊക്കെ കടിച്ചിട്ട് കഷ്ണമാക്കി വെക്കണം കേട്ടോ. കുറേ ആയിട്ട് തുറന്ന് നോക്കാറില്ല, അങ്ങനെ അടച്ച് വെച്ചിരിക്കുമായിരുന്നു. അടച്ച് വെച്ചാൽ എങ്ങനെയെന്ന് അറിയില്ല, അതുകൊണ്ട് എലിയൊക്കെ കടന്നിറക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വായിക്കാൻ പോണത് പേര് അയൻ, പിന്നെ പ്രമോദ് വാഴയിൽ, രതീഷ രാജേഷ് കൃഷ്ണൻ, നിബിഷ, ഉണ്ണികൃഷ്ണൻ, ഹനീഷ്, ഫാസിൽ റഹ്മാൻ, ഷാജിമോൻ, ജിഷ ജയൻ, സഹജ, രാഹുൽ ഹമീദ്. ഇവരൊക്കെ എൻ്റെ ചാനലിൽ നോക്കി അറിയാം, പേര് പേര് എഴുതിയിരിക്കുന്നതാട്ടോ. അപ്പോൾ അവർക്ക് ഇത് വായിക്കുമ്പോൾ അവർക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾ അടുത്ത ഈ ഇതിൽ തന്നെ നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ സഹജ, ഷാഹുൽ ഹമീദ് എന്നൊക്കെ. പിന്നെ തുല്യത പാഠാവലി കണ്ടോ, ഞാൻ പഠിച്ചിരുന്ന ബുക്കാണ് കേട്ടോ തുല്യത പാഠാവലി നമുക്കിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ രജിത ശശിധരൻ, ധനീഷ്, ധനു, നിമേഷ്, പിന്നെ കുറുപ്പ് വ്ളോഗ്, പിന്നെ മഹേഷ്, സതീഷ്, ഇക്കോസ്, പ്രവീൺ, വിപിൻ, വിഷ്ണു, അങ്ങനെ പിന്നെയുണ്ട് കുറച്ച് പേരും കൂടി, ലജ്ജൂസ്, പിന്നെ ഉഷ കുറുപ്പ്, പിന്നെ അബ്രഹാം തമ്പി, പിന്നെ രജിത, പിന്നെ ദീപു, സ്നേഹ, പ്രമീള, PK വ്ളോഗ്, ശ്യാമള, പിന്നെ ക്രേസി ഫാമിലി വ്ളോഗുള്ളതാണ്, ശ്രീകല, പിന്നെ സ്മിത, അമ്പിളി. ഇവരൊക്കെ എല്ലാറ്റിലും ഇല്ലെങ്കിലും എൻ്റെ ചാനലിൽ കമൻറ്റ് ചെയ്ത പേരാണ്. ഇനി എഴുതാത്തുണ്ട് കേട്ടോ, അത് നമുക്ക് എല്ലാതും നോക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസിലെടുത്തിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് കൂട്ടുകാർ ദേഷ്യപ്പെടും ചെയ്യരുത് കേട്ടോ, പേര് വായിച്ചില്ല എന്ന് പറഞ്ഞിട്ട്. ഇത് വായിക്കുമ്പോൾ തന്നെ അറിയാം നിങ്ങളൊക്കെ ഇത് എഴുതിയതാണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഡെയിലി വ്യൂമിങ് എന്താ പേരിക്കറിയില്ല, 142 ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ പ്രത്യുഷ്, വിനു, സുജിത സിദ്ധു, പിന്നെ ജയകുമാർ, ആലക്കൽ വീട്, സന്ധ്യ, സുനിത, പിന്നെ രത്നം വേൾഡ്, പ്രശാന്ത്, ജയരാജ് മണി, പിന്നെ രത്നം വേൾഡിന് 5.19 ഷിബു കുര്യൻ, രാജേശ്വരി, ശ്രേയ, അങ്ങനെ കൂട്ടുകാരെ കുറച്ച് പേരൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി പേര് വായിക്കാനുള്ള കൂട്ടുകാരുടെ പേര് ഇനിയുണ്ട്, അതുകൊണ്ട് ആരും വിഷമിക്കുന്നു വേണ്ട. അപ്പം അടുത്ത് കുറച്ചുള്ളവരെ, മുന്നത്തെ ആൾക്കാരെ മറന്നിട്ടൊന്നുമില്ല, കുറേ ആൾക്കാരുണ്ട്. പോപ്പി അവരൊക്കെ മുന്നേ ഒരുപാട് അയച്ചതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അവരില്ലെങ്കിൽ അവരൊന്നും ഞാൻ മറന്നിട്ടൊന്നുമില്ല. കുറേ ആൾക്കാരിങ്ങനെ മറന്ന പോലെ ആയിട്ടുണ്ട്. സാരില്ല, പുതിയ കൂട്ടുകാരും വരുന്നില്ല, എല്ലാവർക്കും തിരക്ക് കാരണം ഞാൻ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ അങ്ങനെ സമാധാനിക്കണത്. എന്നാലും ഞാൻ മുന്നത്തെ എല്ലാവരുടെ കമൻറ്റും ഞാൻ അവരുടെ പേര് മറന്നിട്ടില്ല കേട്ടോ. ഇത് മോനാണ്, എൻ്റെ ചെറുപ്പത്തിലത്തെ ഫോട്ടോ ആണ് കേട്ടോ. അപ്പോൾ അതേപോലെ ഫോട്ടോ കാണിക്കുന്നതിൻ്റെ ഇടയിൽ പണ്ടത്തെ ഫോട്ടോ ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഇപ്പോൾ ഇത് മോൻ്റെ ചെറുപ്പത്തിലത്തെ ഫോട്ടോ ആണ് കേട്ടോ. അപ്പോൾ അച്ഛൻ ഞാൻ പറഞ്ഞല്ലോ, ചേച്ചിയുടെ വീട്ടിലാണ് പറഞ്ഞപ്പോൾ അച്ഛൻ്റെ റൂമിൻ്റെ അറ്റത്തൊരു പെട്ടി ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒന്നും ഇടാനൊന്നുമില്ല നമ്മുടെ യൂട്യൂബിൽ. അപ്പോൾ ഇന്ന് ഇങ്ങനെ ആക്കാൻ വിചാരിച്ചു. കുറേ ദിവസമായി കമൻറ്റുകളൊക്കെ വായിക്കണം, ലൈക്ക് ബുദ്ധിമുട്ടി ലൈക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ നമുക്ക് വേണ്ടിയിട്ടാണല്ലോ, അങ്ങനെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ട് കമൻറ്റ് ചെയ്തിട്ടും അങ്ങനെയൊക്കെ, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് വായിച്ചത്.
ഇപ്പോൾ അടുത്ത ഫോട്ടോ ആണിത്. അമ്മയുടെ ഫോട്ടോ ആണ് കേട്ടോ. ഇത് ഫസ്റ്റ് കാണിക്കുന്നത് എൻ്റെ അമ്മയാണ്. പിന്നെ മൂത്ത ചേച്ചീനെ കാണിക്കാറില്ല, മൂത്ത ചേച്ചി. പിന്നെ കണ്ണ് കാണാത്ത അമ്മായിനെ കാണിച്ചില്ലേ, ആ അമ്മായിയാണ് കേട്ടോ. അത് അന്നത്തെ എന്ത് ഭംഗിയാണ് കാണാൻ. പിന്നെ അത് അച്ചാച്ചനാണ്. അങ്ങനെ ഒരു 4 പേര് ഫോട്ടോ ആണ് കേട്ടോ. അപ്പോൾ പ്രായമായി കഴിഞ്ഞാൽ എല്ലാവരും ഇതാണ് അവസ്ഥ. നീക്കാനും വയ്യ, അങ്ങനെ ഇരിക്കാനും വയ്യാത്ത അവസ്ഥയായി ഇപ്പോൾ. ഇത് ഞാനും വിജയേട്ടനാണ് കേട്ടോ. ഇത് അപ്പോൾ അടുത്തുള്ള ഫോട്ടോ തന്നെ കേട്ടോ, പഴയ ഫോട്ടോ ഒന്നുമല്ല. ഞാനും വിജയേട്ടനും കൂടി എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. മകൾ ഗിഫ്റ്റ് തന്നാണ് കേട്ടോ. ഇനിയിപ്പോൾ ഒരു ഫോട്ടോ കൂടി ഉണ്ട് ഇതിൽ. അത് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്. ചേച്ചിമാരുടെ ഫോട്ടോ ആണ് കേട്ടോ. ഞങ്ങൾ 4 പെൺകുട്ടികളാണെന്ന് പറയാറില്ല. അതിൽ ഞങ്ങൾ 4 ആളും. മൂത്ത ചേച്ചി, രണ്ടാമത്തെ ചേച്ചി, മൂന്നാമത്തെ ചേച്ചി, നാലാമത്തെ ഈ അറ്റത്തിരിക്കുന്നത് ഞാനും. മനസ്സിലായില്ലേ? അപ്പോൾ കൂട്ടുകാർക്ക് ഇങ്ങനെ ഫോട്ടോ കാണുമ്പോൾ മനസ്സിലാവുമെന്നറിയില്ല. ഞാൻ എന്തായാലും വീഡിയോ ഇതൊക്കെ ഒതുക്കുമ്പോൾ ഒന്ന് കാണിച്ചു തന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മൾ വെക്കണതോ അല്ലെങ്കിൽ പുഴ അങ്ങനെയൊക്കെയല്ലേ കാണിക്കാറ്. അപ്പോൾ ഒന്നൊരു വെറൈറ്റി ആവട്ടെ വെച്ചിട്ടാണ്. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് കേട്ടോ. നിങ്ങളിപ്പോൾ അധികം ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ അടുക്കളപ്പണിയൊന്നും അധികം കാണിക്കാത്തത്. പിന്നെ കാണിക്കണം. പിന്നെ ഒരുപാട് നല്ല നല്ല പാത്രങ്ങൾ ഓരോരുത്തരുടെ ചാനലൊക്കെ കാണുമ്പോൾ നല്ല വൃത്തിയിൽ നല്ല ഇതിലൊക്കെ കാണിക്കുന്നുണ്ട്. എന്നാലും എത്ര ചെറിയ വീടാണെങ്കിലും നമുക്ക് നല്ല നല്ല പാത്രങ്ങൾ നല്ല നല്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് വെക്കാനും ഒക്കെ ഒരു നല്ലൊരു മനസ്സ് നല്ലത് വരുള്ളൂ. ചിലർ പറയും ഉള്ളത് കൊണ്ട് ഓണം പോലെ പറഞ്ഞ പോലെ. എന്നാലും എനിക്ക് അങ്ങനെ ഒരു ഇത് തോന്നുന്നില്ല. നമുക്ക് എല്ലാവരും കാണുന്നതല്ലേ. അപ്പോൾ ഒരു നല്ലതിൽ കുറേ പാത്രങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ട് നല്ലതിൽ കാണിക്കാൻ ഞാൻ ഞങ്ങൾ വെക്കണതൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ അധികം എപ്പോഴും ഇങ്ങനെ കാണിക്കാത്തത്. പിന്നെ വിശേഷം പിന്നെ അച്ഛൻ ചേച്ചിയുടെ വീട്ടിൽ തന്നെയാണ്. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കുറച്ച് ഒരുവിധം ഒതുക്കലൊക്കെ കഴിയാറായിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, നമ്മൾ കർക്കിടക മാസത്തിൽ ഒതുക്കാനൊക്കെ വിചാരിച്ചതായിരുന്നു. അതൊന്നും നടന്നില്ല. അപ്പോൾ തിരക്കൊക്കെ ആയിരുന്നു. പിന്നെ കുറേയൊക്കെ ചെതല് പിടിച്ച് പോയതാണ് സങ്കടം. സാരില്ല, 9, 10 കൊണ്ട് അങ്ങനെ കുഴപ്പമില്ല. ഒരുപാട് എടുത്തു വെച്ചതും കാര്യമില്ല. കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ എന്തായാലും കൊടുക്കണം. പിന്നെ +1 +2 കുട്ടികളിലൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ഇത് ഞാൻ തൊഴിലുറപ്പിൻ്റെ കാർഡാണ് കേട്ടോ. അത് എടുത്ത് വെച്ചതാണേ. അപ്പോൾ എൻ്റെ ബുക്കുകളും അതെ, തുല്യതയുടെ ബുക്കുകളും അതെ കേട്ടോ. അതൊരു ഓർമ്മ തന്നെയാണ്. ക്വസ്റ്റ്യൻ പേപ്പറും പിന്നെ മാർക്ക് ലിസ്റ്റ്. എൻ്റെ മുന്നത്തെ ബുക്കുകളൊന്നും ഉണ്ടാവില്ലല്ലോ. അതൊന്നും നമ്മൾ എടുത്തു വയ്ക്കണ സ്വഭാവമില്ലല്ലോ. കുറേ വർഷങ്ങളായില്ലേ. ഇപ്പോൾ പറഞ്ഞാൽ നമുക്കത് കാണുമ്പോൾ നമ്മൾ പഠിച്ച് നമ്മളെ കൂട്ടുകാർ അതൊക്കെ ഓർമ്മ വരും. ഇപ്പോൾ 1 വർഷമായിട്ടുള്ളൂ ഞാനത് എഴുതി കഴിഞ്ഞിട്ട്. 1 കൊല്ലം കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയിപ്പോൾ +1 ചേരണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. ഇനി അത് നടക്കില്ല. ഇനി അങ്ങനെ ചേരണമെന്നില്ല. ചേർന്നിട്ടു ഞാൻ, പക്ഷെ ചേരണമെന്നില്ല കേട്ടോ. അപ്പോൾ 10ാം ക്ലാസ് എങ്ങനെയൊക്കെ തട്ടിമുട്ടിയിട്ട് അങ്ങോട്ട് എഴുതി. അത് കഴിഞ്ഞിട്ടിപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ പ്രായമുള്ള ആൾക്കാരും എൻ്റെ മീതുള്ള ആൾക്കാരും താഴെയുള്ള ആൾക്കാരും ഒക്കെ ആയിട്ട് 80 പേരുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. കുറേ പാട്ടും കൂത്തും പിന്നെ പ്രാർത്ഥന ചൊല്ലുക രാവിലെ. അങ്ങനെ ഉച്ചയ്ക്ക് ഇരുന്നിട്ട് എല്ലാവരോടും ഭക്ഷണം കഴിക്കുക. കുറേ കൂട്ടുകാർ കിട്ടി, നല്ല നല്ല ഫ്രണ്ട്സിനെ കിട്ടി. അപ്പോൾ കൂട്ടുകാരെ, എൻ്റെ വീഡിയോ അവസാനിക്കാറായിട്ടോ. ഇതാണ് ഞാനിപ്പോൾ 10ാം ക്ലാസ് എഴുതിയതിൻ്റെ ഫോട്ടോ മാർക്കിൻ്റെ ഒരു ചെറിയൊരു ഭാഗം കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. വീഡിയോ ഫുള്ളായിട്ട് പേരൊക്കെ വായിച്ചിട്ട് നിങ്ങൾ മുഴുവൻ കാണാം കേട്ടോ. ഓക്കെ, ബായ് കൂട്ടുകാരെ.